ഇന്ന് നമുക്ക് ക്ലേ വെച്ചിട്ടുള്ള ഒരു മഷ്റൂം ഹൗസ് ഉണ്ടാക്കാം. അതിനു മുമ്പായി എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ. ഈ ഒരു മഷ്റൂം ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഷെല്ലാണ്. ഇത് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് സാൻഡ് പേപ്പറാണ്. പക്ഷെ എൻ്റെ ഒരു സാൻഡ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ വളരെ ഈസിയായി അതിനോട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തത്. കത്തിയോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരണ്ടി കൊടുത്തത്. ഇങ്ങനെ ചെയ്തപ്പോൾ ഓവറായിട്ടുള്ള റഫ്നെസ്സിലൊന്ന് പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഞാനൊന്ന് ചുരുട്ടിയിട്ടുള്ളത് കൂട്ടി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും വേസ്റ്റ് പേപ്പർ ആയാലും പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഒരു ബോട്ടിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മഷ്റൂം ഹൗസ് ഉണ്ടാക്കുന്നത് ക്ലേ വെച്ചിട്ടാണല്ലോ. ഒരു റെഡ് കളർ ക്ലേ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് കളർ വളരെ കുറവാണ്. റെഡ് പോലെ ഇല്ല, ഒരു പിങ്ക് പോലെയാണ് ഇത് കാണുമ്പോഴത്. ഇതിനെ ഞാനങ്ങ് ഉരുട്ടി പരട്ടി എടുക്കുന്നുണ്ട്. ഇതൊന്ന് റൗണ്ടിൽ പരത്തി എടുക്കണം. ഇതെങ്ങനെ പരത്തി എടുക്കുന്നു വിചാരിച്ചിട്ട് ഞാനൊരു ബാമ്പൂ സ്റ്റിക്ക് കൊണ്ടൊക്കെ പരത്താൻ നോക്കുന്നുണ്ട്. പിന്നെ ഞാനത് കൈ കൊണ്ട് തന്നെ അങ്ങനെ പരത്തിയെടുത്ത് ഈ ഒരു രീതിയിൽ. ഇങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ തന്നെ കറക്റ്റ് നല്ല റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കോക്കനട്ട് ഷെല്ലിൻ്റെ മീത്തൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സൈസ് കറക്റ്റ് ആണോ എന്ന് നോക്കിയതാണ്. ഇത് കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗം യൂസ് ചെയ്യണം. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഞാനിതൊന്ന് ഒട്ടിച്ചെടുക്കുന്നത്. എന്നിട്ടിത് നല്ല ഇതിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ക്ലേ വെച്ച് അധികം ഒന്നും ആക്കിയിട്ടില്ല. ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ പാഴ്ചകളൊക്കെ ഇതിലുണ്ടാവും. മെല്ലെ ഇത് പഠിച്ചുകൊണ്ട് വരുന്നത്ര ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ കളർ ഒരു റെഡ് പോലെ ഇല്ല, ഒരു പിങ്ക് പോലെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് റെഡ് കളറൊന്ന് കൊടുക്കുന്നുണ്ട് ഇതിന്. നല്ലൊരു റെഡ് ഷെയ്ഡ് നിൽക്കുമ്പോൾ അല്ലേ അതിൻ്റേതായൊരു ഭംഗി അതിനുള്ളൂ. ഇപ്പം നല്ലൊരു റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലൊരു വൈറ്റ് ഡോട്ട് ഉണ്ടാവുന്നില്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് ക്ലേ എടുത്തിട്ടുണ്ട്. ഈ ക്ലേ ഭയങ്കരത്തിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. മോശമാവുന്നതാണോ എന്നറിയില്ല. ഇതിനെ കുഞ്ഞു ബോൾസ് ആക്കി വെക്കാം. ഞാൻ ഓരോ ബോൾസും ഡിഫറെൻറ്റ് സൈസസിലാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് അതൊന്ന് അമർത്തി കൊടുക്കുക. അപ്പം നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. അങ്ങനെയെല്ലാം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഭയങ്കരത്തിൽ കൈക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു ഈ വൈറ്റ്. എന്തേന്നറിയില്ല, എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് പഴകിയതുകൊണ്ടോ എന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ലേ എൻ്റെ സിസ് കുറേ കാലം മുന്നേ വാങ്ങി വെച്ചതാണ്. അവൾക്കൊരു ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓള് വാങ്ങി വെച്ചതല്ലാണ്ട് ഓൾ ഇതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഓൾ ആ ക്ലേ വെച്ചിട്ടാണ് ഞാനല്ലേ ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അടിഭാഗവും ഇതുപോലെ ഒന്ന് വൈറ്റ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇതങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഏകദേശം ഒരു മഷ്റൂമിൻ്റെ ഡിസൈൻ പോലെയൊക്കെ ഒന്ന് ആക്കിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും ഏകദേശം ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോട്ടിലിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ ഞാനൊരു ഡോറ് പോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ടത് വൈറ്റ് ക്ലേ കൊണ്ട് ഈ ഒരു രീതിയിൽ കവർ ചെയ്തെടുക്കണം. ഗ്രൗണ്ട് ലെവൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർബോണിൻ്റെ മീത്ത് ഈ ഒരു പച്ച കളർ ക്ലേ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ക്ലേയും നല്ലതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, ഇതും നല്ലതിൽ മോശമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നേരെ പരത്തിയെടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതൊരു ഗ്രാസ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വർക്കായില്ല. എന്നിട്ട് ഞാനൊരു റൗണ്ട് ചീർപ്പെടുത്തിട്ട് അത് വെച്ചിട്ടൊരു ഗ്രാസ് പോലെ ആക്കി. ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഇതിൽ സ്പീഡിലങ്ങ് ഇങ്ങനെ വലിച്ച് ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാൽ നമുക്ക് ഗ്രാസ് പോലെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കിട്ടും.
പിന്നെ ഈ ക്ലേ പെട്ടെന്ന് തന്നെ സെറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കി വന്ന ഈ ഗ്രീൻ ക്ലേ അല്ലേ, ഞാൻ അതിന് കുറച്ച് സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. സ്റ്റെമ്മ്, ലീവ്സ്, ഗ്രാസ് അങ്ങനെ കുറേ സെറ്റ് ചെയ്ത് വെച്ച് ഞാനിപ്പോൾ തന്നെ. കാരണം ലാസ്റ്റിലേക്ക് അത് മാറ്റി വെച്ചെങ്കിൽ പിന്നെ അത് ഡ്രൈ ആയിട്ട് വെറുതെ വേസ്റ്റ് ആകുന്നുണ്ടോ. ഇനി നമുക്ക് വിൻഡോസിനും ഡോർസിനും ഒക്കെ ഒരു വുഡൻ ഫിനിഷ് കൊടുക്കണം. അതിനു വേണ്ടി ഒരു ബ്രൗൺ കളർ ക്ലേ ആണ് എടുത്തിനെ. അത് നല്ല തിന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മളെ വിൻഡോസിലും ഡോർസിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. പിൻട്രസ്റ്റിലൊക്കെ ഞാൻ ഈ ക്ലേ കൊണ്ടുള്ള മഷ്റൂം ഹൗസൊക്കെ കണ്ട ടൈമിൽ ഇങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് കുറേ വിചാരിച്ചതായിരുന്നു. ബട്ട് എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊരു ഡൗട്ടായിരുന്നു. പിന്നെ ഏതായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ അറിയും എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന്. പറ്റുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് തുടങ്ങിയതായിരുന്നു ഇത്. പിന്നെ ഇതിന് ഒരു വുഡൻ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രൂവ്സ് പോലെ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെർഫെക്റ്റ് അല്ലെങ്കിലും ഏകദേശം ഒരു വുഡിൻ്റെ ഒക്കെ ഒരു ലുക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളെ മഷ്റൂം ഹൗസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫാൻസും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഈ ബ്രൗൺ കളർ ക്ലേ റോൾ ചെയ്തെടുക്കാം. നല്ലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ ഇതൊന്ന് കിട്ടാൻ ശ്രദ്ധിക്കുക. എനിക്ക് റെക്റ്റാങ്കിൾ ഷേപ്പൊന്നും കിട്ടിയില്ല, ബട്ട് ഏകദേശം ആ ഒരു രീതിയിൽ ഞാൻ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ അധികം ടൂൾസും കാര്യങ്ങളും ഇല്ല. പിന്നെ ഈ ക്ലേയും ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പ്രോബ്ലം കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ അങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് 2 റെക്റ്റാങ്കിൾ ഷേപ്പിനെയും നമുക്ക് പാരലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫാൻസി ഇതുപോലെ ആയിരുന്നില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. പറ്റൂല എന്ന് വിചാരിച്ച കാര്യം ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. എന്നിട്ട് ഈ ഒരു ഫാൻസിനെ നമ്മളെ ഗാർഡനിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. ഇത് അറ്റാച്ച് ചെയ്തപ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഈ ഫാൻസിന് ഗ്രൂവ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു വുഡ് ഫിനിഷ് ആക്കാൻ ശ്രമിക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് റോക്ക് പോലെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഗാർഡനിൽ അങ്ങിങ്ങായിട്ട് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലേ, അതുപോലെ. എന്നിട്ട് നേരത്തെ ചെയ്ത് വെച്ചൊരു ചെടി ഉണ്ടായിരുന്നില്ലേ, അതെടുത്തിട്ട് അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു യെല്ലോ ക്ലേ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് കുറേ പെറ്റൽസ്. എന്നിട്ട് ആ ഒരു പെറ്റൽസിനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചു കൊടുക്കാം. 5 പെറ്റൽസ് ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കി. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റെമ്മില്ലേ, അതും കൂടി ഇതിലൊന്ന് അറ്റാച്ച് ചെയ്യാം. പിന്നെ നേരത്തെ ലീവ്സും അതും കൂടി ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ആ ഗ്രാസിൻ്റെ ഇടയിൽ കൂടി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറച്ചും കൂടി ഫ്ലവേഴ്സ് ഉണ്ടാക്കി ആ ഗാർഡനിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഡിഫറെൻറ്റ് കളേഴ്സിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് നല്ല തലവേദന എടുക്കുന്ന കാരണം തന്നെ ഞാനത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു.
ജസ്റ്റ് സിമ്പിളായിട്ട് യെല്ലോ ഫ്ലവർ മാത്രം ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിന് ഞാൻ ഫെയറി ലൈറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഫെയറി ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ബോട്ടിലിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഡോറ് പോലെ കട്ട് ചെയ്യാൻ പറഞ്ഞത്. ഈ ബാക്ക് സൈഡിലൂടെ നമുക്ക് ഫെയറി ലൈറ്റിനെ ഉള്ളിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. സംഭവം ഭയങ്കരത്തിലൊന്നും പെർഫെക്റ്റ് ആയില്ലെങ്കിലും എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ. നിങ്ങൾക്കെങ്ങനെ ഇത് ഇഷ്ടമായിനാ ഈ മഷ്റൂം ഹൗസ്? കമൻറ്റ് ബിലോ.